നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മെഷീൻസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞ് എക്സസൈസാണ്. അതായത് കാലുവേദന അനുഭവപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മരുന്നിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ടിപ്പ്. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് കാലുവേദന അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ആവാം, ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാവാം, ചിലവർക്ക് വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ടാവാം, ചിലവർ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും കാലുവേദന വരാറില്ലേ. അപ്പോൾ വേദനയുടെ കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ പലരും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. നമ്മൾ ഹോമിയോപ്പതി ചെയ്യുന്ന ആളുകളുണ്ട്, ആയുർവേദം ചെയ്യുന്ന ആളുണ്ട്, അലോപ്പതി ചെയ്യുന്ന ആളുകളുണ്ട്, ചില നാച്ചുറോപ്പതി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് എക്സസൈസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ എക്സസൈസ് നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സമയം കണ്ടെത്തണ്ട. അതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും ഒരു 10 മിനിറ്റ് ഈ എക്സസൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇരുന്നിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാം. അതിനുശേഷം നമ്മുടെ കാലിനടിയിൽ ഇതുപോലെ നമ്മുടെ പില്ലോ വെച്ച് കൊടുക്കാം. അതായത് കാല് കുറച്ചൊന്ന് റേസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ പില്ലോ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യൽ മെഷീൻ, സ്വിംഗ് മെഷീൻ ചവിട്ടില്ലേ, അതുപോലെ നമ്മൾ കാലിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ എക്സസൈസ് ചെയ്യാം. മുമ്പോട്ട് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള മസിൽസ് ഒക്കെ കുറച്ച് സ്ട്രെച്ച് ആകുമ്പോൾ പലവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ക്രമേണ അതിൻ്റെ എണ്ണം കൂട്ടി വരാം. ഓക്കെ, ഇത് ഒന്നാമത്തെ എക്സസൈസ് ആണ്. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇതേ പൊസിഷനിൽ തലയണ വെച്ചിട്ട് കാല് ഇതുപോലെ റേസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കാല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റേ കാലും റൊട്ടേറ്റ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ നമുക്ക് 2 കാലും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യാം എന്നതാണ്. ഓക്കെ, ആദ്യത്തെ എക്സസൈസ് കാല് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യാം. രണ്ടാമത്തത് ഇവിടുന്ന് നമ്മുടെ ആ ജോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഒരു 10 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ, ദിവസവും രാവിലെയും വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നേരെ ആവാനും മാത്രമല്ല നമ്മുടെ കാലുവേദനയിൽ നിന്നും ഒരുപാട് നമുക്ക് ആശ്വാസം ലഭിക്കാനും ഈ എക്സസൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് തലയണയുടെ ആവശ്യമില്ല. കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ കാൽമുട്ടുണ്ടല്ലോ, ഇതിന് ഫോഴ്സ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ കാൽമുട്ടിന്റെ അടിവശം ഉണ്ടല്ലോ, നമ്മൾ തറയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാം. പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്യാം. ഈ കാൽമുട്ടിന്റെ അടിഭാഗം കൊണ്ട് നമ്മുടെ തറയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യാം. പിന്നെ റിലീസ് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്യാം, റിലീസ് ചെയ്യാം. ഇത് 2 കാൽമുട്ടും ഒരേ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പ്രസ്, റിലീസ്. നന്നായിട്ട് പ്രസ് ചെയ്യാം, പിന്നെ റിലീസ് ചെയ്യാം. പ്രസ് ചെയ്യാം, റിലീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള 3 എക്സസൈസ് നിത്യവും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മെഡിസിൻസിൻ്റെ കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല രീതിയിലുള്ള കാലുവേദനയ്ക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് ആളുകൾ ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യരുത്. മാത്രമല്ല നമ്മൾ ഇരുന്ന് TV കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാല് തൂക്കിയിട്ടിട്ട് ഇരിക്കാവുന്നതിലും നല്ലത് നമ്മുടെ മുൻവശത്ത് എന്തെങ്കിലും ഒരു സ്റ്റൂളോ ചെയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കാലൊന്ന് ഉയർത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാത്രിയും രാവിലെയും ഉറങ്ങി എഴുന്നേൽക്കുന്നതിനും ഉറങ്ങുന്ന സമയത്തും കാലിനടിയിൽ പില്ലോ വെക്കുക, ഈ എക്സസൈസ് ചെയ്യുക. ശേഷം പില്ലോ മാറ്റിയ ശേഷം സുഖമായി കിടന്നുറങ്ങാം. ഓക്കെ, ഇതാണ് ഞാൻ
പറഞ്ഞ കുഞ്ഞു ടിപ്പ്. ഇത് കാലുവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1 വീക്ക് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതാണ്. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.